നല്ല മട്ടത്തിൽ കാണാൻ വേണ്ടി ഇവിടുത്തെ ജാതി ഓട്ടിട്ടുള്ള അവിടുത്തെ രക്ഷ തട്ട അരി ഗ്ലാസ് കൂടെ പിന്നെ വണ്ടി താട്ടെ. കരുവാരകുണ്ടിൽ കാട്ടാനയുടെ പരാക്രമം, ജീപ്പ് തകർത്തു കാട്ടുകൊമ്പൻ തൂവൂർ അതിർത്തിയിൽ. ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാന വ്യാപക നാശനഷ്ടം വിതച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെ കരുവാരകുണ്ട് അരിമണൽ പ്രദേശത്തെത്തിയ കാട്ടാന പിന്നീട് കണ്ണത്ത്, പുൽവട്ട, ചുള്ളിയോട്, ഇരിങ്ങാട്ടിരി തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് പരാക്രമം കാണിച്ചാണ് പ്രദേശത്ത് ഭീതി പരത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കണ്ണത്ത് സ്വദേശി കുണ്ടുകാവിൽ കുഞ്ഞാണി എന്ന കുഞ്ഞലവിയുടെ ഉടമസ്ഥയിലുള്ള ജീപ്പ് പൂർണ്ണമായും തകർത്തു. കുഞ്ഞലവിയുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലെ മറ്റ് വീട്ടുകാർക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പ്രദേശത്തെ സെപ്റ്റിക് ടാങ്കുകൾക്കും മതിലുകൾക്കും കാട്ടാന വലിയ രീതിയിൽ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. രാത്രി മുഴുവൻ ജനവാസ കേന്ദ്രത്തിൽ തുടർന്ന ആന ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചത്. നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ആനയുടെ ആക്രമണത്തിൽ നഷ്ടങ്ങളുണ്ടായവർക്ക് നഷ്ടപരിഹാരത്തിനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അർഹരായവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കരുവാരക്കുണ്ട് അരിമണലിലെത്തിയ കാട്ടാന ഭീതി പരത്തിക്കൊണ്ട് കരുവാരക്കുണ്ടിൻ്റെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കണ്ണത്ത്, അതുപോലെ ചുള്ളിയോട് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ആന ഭീതി പരത്തി രാത്രി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ജനങ്ങളുടെ സ്വൈരജീവിതം പ്രയാസപ്പെടുകയും നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അതോടൊപ്പം ചില പ്രോപ്പർട്ടികളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വീടിൻ്റെ പരിസരത്തുള്ള ടോയ്ലറ്റുകളും അതുമായി ബന്ധപ്പെട്ട മാലിന്യ കുഴികളും ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഡീസൽ ജീപ്പ് പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. കുണ്ടുകാവിൽ കുഞ്ഞലവിയുടെ ഉടമസ്ഥയിലുള്ള ജീപ്പാണ് പൂർണ്ണമായി തകർക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും RRTകളും പ്രത്യേകിച്ച് ഇന്നലെ വളരെ സജീവമായി പോലീസും കരുവാരക്കുണ്ടിലുണ്ടായിരുന്നു. ആനയുടെ ആക്രമണം അവസാനിപ്പിക്കാനും ആനയെ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാനും വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജനങ്ങൾ അത് ഒരു ആരവമാക്കിയെടുത്ത് ആഘോഷമാക്കി അതിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ആനയും മറ്റ് സ്വൈരജീവിതം തകർക്കുന്നതിൽ ഒരു ഭാഗം ആളുകളുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. അവരെ മാറ്റാനാണ്, ആനയെ മാറ്റുന്നതിലേറെ പോലീസിന് പാടുപെടേണ്ടി വന്നിട്ടുള്ളത്. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഈ വന്നിട്ടുള്ള പ്രോപ്പർട്ടി നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടി അക്ഷയ മുഖേന എല്ലാ ആളുകളും അപേക്ഷ അയക്കുന്നുണ്ട്. നഷ്ടപരിഹാര തുക ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. ആ അപേക്ഷയിൽ ഉടനടി പരിഹാരം ഉണ്ടാവണം. അത് എസ്റ്റിമേറ്റ് എടുക്കേണ്ട പ്രവൃത്തിയാണെങ്കിൽ എസ്റ്റിമേറ്റ് എടുക്കേണ്ടവർ എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ തുക കഴിയുന്നത്ര നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർക്ക് നൽകാൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ തയ്യാറാവണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മൾ ആവശ്യം. വനപാലകരും RRT സംഘവും പോലീസും ഇന്നലെ മുതൽ തന്നെ ആനയെ കാട്ടിലേക്ക് തിരികെ കയറ്റാനുള്ള കഠിന ശ്രമത്തിലാണ്. എന്നാൽ ജനങ്ങൾ കൂട്ടം കൂടി ബഹളമുണ്ടാക്കിയതും ആനയ്ക്ക് പിന്നാലെ പോകുന്നതും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വനം, പോലീസ് വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മികച്ച ഇടപെടലുകളാണ് ഉണ്ടായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല, വാർഡ് മെമ്പർമാരായ കെ സുരേന്ദ്രൻ, സ്മിത അനിൽകുമാർ, മുംതാസ് NK, സോണി ജോഷി, സുനീറ ഷറഫു എന്നിവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇതിനിടെ കരുവാരകുണ്ട് അതിർത്തി കടന്ന കാട്ടാന ഇപ്പോൾ തൊട്ടടുത്ത തൂർ പഞ്ചായത്തിലാണുള്ളത്. വനം വകുപ്പും RRT സംഘവും ആനയെ വനത്തിലേക്ക് തുരത്താനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുകയാണ്.